It's been 3 months and 15 days since this video was filmed. And honestly, I wasn't sure if I would ever post it. Not because I didn't like this video, but because I wasn't ready to accept what it captured. My last day at my first company. A place that gave me some of the most important memories, lessons, friendships, experiences of my career. For the longest time, this video stayed in my drafts because saying goodbye felt harder than I expected. But some memories deserve to be shared, even if they comes with a little nostalgia, a slight pain in our heart. So here's a kutty glimpse of my final day at a place that will always have a special place in my heart. ഈ വീഡിയോ ഞാൻ ഇത്രയും കാവ്യാത്മകമായി തുടങ്ങുന്നതിന് വേറൊരു കാരണമില്ല. കാരണം ഈ വീഡിയോ അത്ര സ്പെഷ്യലായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞതുപോലെ ഐ വാസൻ റെഡി ടു ആക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഐ ലെഫ്റ്റ് ദാറ്റ് കമ്പനി. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഫീലിംഗ് ആൻഡ് എത്ര പേർക്ക് ഇത് റിലേറ്റബിൾ ആണെന്നും അറിയില്ല. ബട്ട് ഇപ്പോഴും ഞാൻ വേറൊരു കമ്പനിയിൽ ചേർന്നിട്ട് ഇത്രയും നാളായിട്ടും ഐ മെൻഷൻ ലൈക്ക് ഒരു 3 months 15 days ആയിട്ടും ഞാൻ ഇതുവരെയും എൻ്റെ പഴയ കമ്പനിയിൽ നിന്ന് എൻ്റെ സോള് പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. മേ ബി ഇത് ഫസ്റ്റ് കമ്പനി ആയതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത്. മേ ബി ഇനി പുതിയ കമ്പനികൾ കയറുമ്പോൾ എനിക്ക് ഇത്രയും ഫീലിങ്സ് ഒന്നും വരും. പിന്നെ അടുത്ത കമ്പനി കയറുമ്പോൾ ഞാൻ ഇപ്പോൾ കമ്പനിയുടെ വീഡിയോസൊന്നും അങ്ങനെ ഇടില്ലായിരിക്കും. ഐ ഡോണ്ട് നോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് നമ്മൾ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ തന്നെ എല്ലാവരും ഇറക്കി വിടുന്ന പരിപാടിയാണ് കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ. ആൻഡ് ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് ഗുഡ് ബൈ ടു മൈ മൈ ബെസ്റ്റ് പ്ലേസ്, മൈ കംഫർട്ട് സ്പേസ് എന്നൊക്കെ പറയാം. എല്ലാവർക്കും ഓഫീസ് ഒരു കംഫർട്ട് സ്പേസ് ആണെന്ന് പറയുമ്പോൾ കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നായിരിക്കും അല്ലേ? പക്ഷെ എനിക്കങ്ങനെ അല്ലായിരുന്നു. ഓക്കെ, സോ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ചാറ്റ്സ്ബിയിൽ വന്നു. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു, കുറച്ച് മ്യൂസിക്കൊക്കെ കേട്ട് വൈബായി തിരിച്ച് ഞാൻ എൻ്റെ റൂമിലെത്തിയപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് സർപ്രൈസായിട്ട് ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ ഗിഫ്റ്റ്സും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് 2 പേര് എനിക്ക് ആംസ്റ്റർഡാമിൽ നിന്ന് വരെ കോൾ ചെയ്തിട്ടായിരുന്നു ഈ ഒരു പരിപാടിക്ക് അവർ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അവരുടെയൊക്കെ വീഡിയോ കാണിച്ച് ചിലപ്പോൾ എൻ്റെ തല പോകുമായിരിക്കും. സോ ഐ എം നോട്ട് ഗോണ ഷോ ദം. എനിവേയ്സ്, ഇപ്പം പണ്ടത്തെ കൂട്ടൊന്നുമല്ല. കേക്കിന് ക്യാൻഡിൽസൊക്കെ ഊതാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം മുട്ടി തുടങ്ങി. മൈ ഗോഡ്, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളിലേക്ക് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ആ ദിവസത്തെ പറ്റി ഈ വീഡിയോ എന്നും ഒരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ.